സോ ഹായ് ഹലോ മക്കളെ, എടാ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? ഓക്കെ, സോ ആൻസർ കീ വേണ്ടേ? സോ സാർ എന്താണ് ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ വന്നാ കേട്ടോ. റെഡി? എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നോക്കിക്കോടാ അല്ലെ. ഗിവൺ ബിലോ ആ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദിസ് ഫിഗർ. സാറിന്റെ കാര്യം ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. സാർ മലയാളം കൂടി ഒപ്പം പറയാം കേട്ടോ. ഓക്കെ, രണ്ടും കൂടി ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇതല്ല. ഓക്കെ, നമ്മൾ എക്സ്പ്ലനേഷൻ പറയാമല്ലോ. മീൻസ് നമ്മൾ ചാപ്റ്ററിന്റെ തലേന്നല്ലേ ലൈവ് നടത്തുകയല്ലോ. ഓക്കെ, ആൻസർ കീ പറയല്ലേ. ഓക്കെ, അപ്പൊ സാർ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അടുത്ത് എന്ത് ചെയ്യണ്ട, ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, നോക്കടാ. ഓക്കെ, ഗിവൺ ബിലോ ഓഫ് ഫ്യൂ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഫിഗർ. ഓക്കെ, ഈ ചിത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് അടി തന്നിട്ടുള്ളത്. നോക്കിക്കോ. വാട്ട് ആംഗിൾ ഇൻ ദിസ് ഫിഗർ ഈസ് മോർ ദാൻ റൈറ്റ് ആംഗിൾ. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്ന ഏതോ ഒരു കോൺ, ഓക്കെ, ഏതോ ഒരു ആംഗിൾ. ഓക്കെ, ഇതാ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതിൽ ഏതോ ഒരു കോണ്, ഏതോ ഒരു ആംഗിൾ മക്കളെ എന്താണ് അല്ലെ, മോർ ദാൻ റൈറ്റ് ആംഗിൾ, മട്ടക്കോണിനേക്കാൾ വലുതാണ്, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അല്ല മക്കളെ, അല്ലെ? ശരിയാണ് കേട്ടോ. ഇത്തരം എന്താണ്, അതാ 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 അത് ശരിയായ എന്താണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ. നിങ്ങൾ കാണുന്ന ഈ കോൺ എന്താണ് 90-ലേറെ കൂടുതലാണ്. ഓക്കെ, കാരണങ്ങളൊന്നും സാർ പറയുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രം സാർ പറഞ്ഞു പോവാ കേട്ടോ. സോ മക്കൾ എന്താണ്, ഓക്കെ, അത് കൂടുതലാണ്. ദെൻ 3 ആംഗിൾസ് ഇൻ ദ ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. ഓക്കെ, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇതിൽ 3 ആളുകൾ എന്താണ് 90-ൽ കുറവാണ്. ഓക്കെ, നോക്ക്, ഇത് മക്കളെ 90-ൽ കുറവാണ്. ഓക്കെ, ഇത് മക്കളെ എന്താണ് 90-ൽ കുറവാണ്. പക്ഷെ ഇത് 90-ൽ കുറവല്ല, 90 ആണ്. ഓക്കെ, 90 ആണ്. ഓക്കെ, 90-ൽ കുറവല്ല. ഓക്കെ, സോ ദ അല്ലെ 3 ആംഗിൾസ് ആർ ഇൻ ദ ഫിഗർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾസ് പറഞ്ഞ മക്കളെ എന്താണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. എന്താ മക്കളെ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നെന്താണ് 90 ആണ്, 90-ൽ കുറവല്ല. നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് നോക്കടാ. ഓക്കെ, 2 ആംഗിൾസ് ഇൻ ദ ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. ഓക്കെ, അത് ശരിയാണ് അല്ലെ. രണ്ടാളുകൾ എന്താണ് ഇതാ ഈ കാണുന്ന ഈ പച്ചയും അതുപോലെ മക്കളെ ഈ പച്ചയേരി വേണ്ട സാർ നീലയാക്കാം കേട്ടോ. ഈ നീലയും അതുപോലെ മക്കളെ ഈ നീലയും എന്താണ്, എന്താ മക്കളെ അല്ലെ, കുറവാണ് കേട്ടോ. എത്രയടാ, 90-ൽ കുറവാണ്. മട്ടക്കോണിനേക്കാൾ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് ശരി അല്ലെ? 1 ഉം 3 ആണ് ശരി, 1 ഉം 3 ആണ് ശരി, 1 3 അല്ലെ. ആൻസർ ചെയ്തോട്ടെ, ആൻസർ ബി എന്ന് വരും. ഓക്കെ, 1 3. വേറെ ഓപ്ഷൻ 1 2. ഓക്കെ, 2 3. ഓക്കെ, 1 3 ആണ് ശരി കേട്ടോ. ആൻസർ ചെയ്തോട്ടെ, ആൻസർ ബി എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഷർ ആൻഡ് റൈറ്റ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ദ എബോവ് ഫിഗർ. ഓക്കെ, അത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലുള്ള അല്ല. ഓക്കെ, ഒറ്റ നോക്കട്ടെ. ഓക്കെ, നേരത്തെ ഈ ചിത്രത്തിൽ മെഷർ ആൻഡ് റൈറ്റ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ദ എബോവ് ഫിഗർ. ഓക്കെ, ഈ കാണുന്ന ചിത്രത്തിലെ ഏറ്റവും വലിയ കോൺ എന്റെ മക്കളോട് അളന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ മക്കൾ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ എടുക്കുക. അതിലെ ഏറ്റവും വലിയ കോൺ മക്കളെ ഇതാട്ടോ വരിക. ഇതാണ് എന്ത് വരിക, ഇത് 90 ആണ്, ഇത് 60 ആണ്. ഓക്കെ, ബാക്കിയൊക്കെ 90-ൽ കുറവാണ്. ഇതാണ് മക്കൾ എന്ത് അല്ലെ, 90-ൽ കൂടുതലുള്ള ഏറ്റവും വലിയ ആൾ ഇതാണ്. ഈ അളവാണ് എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത്, അളക്കേണ്ടത്. മക്കൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ എടുക്കുക, അളന്ന് നോക്കുക ഇത്. ഓക്കെ, സോ സാർ എന്ത് ചെയ്യുന്നില്ല, ഈ ഫിഗറിൽ എന്ത് ചെയ്യുന്ന അളക്കുന്നില്ല, മക്കൾ എന്ത് ചെയ്യുന്ന അളന്ന് നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഫിഗർ ബിലോ വിത്ത് ദ ഗിവൺ മെഷർമെന്റ്സ്. ഓക്കെ, വിത്ത് ദ ഗിവൺ മെഷർമെന്റ്സ്. താഴെ തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് ഈ ചിത്രം വരക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഈസിയാണ്. ആദ്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ അല്ലെ, ആദ്യമായിട്ട് എൻ്റെ മക്കൾ 10 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, സ്കെയിലിൽ വരക്കുക. ഓക്കെ, 10 സെന്റിമീറ്റർ വരക്കുക. എന്നിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ, അതിൽ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഓക്കെ, കറക്റ്റ് 5 സെന്റിമീറ്റർ എന്ത് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ, മട്ടക്കോൺ എടുക്കുക. ഓക്കെ, മട്ടക്കോണല്ല, മട്ടമൂലയല്ല. ഓക്കെ, കോൺ മാപ്പിന് കേട്ടോ, കോൺ മാപ്പിന്. ഓക്കെ, പ്രൊട്രാക്ടർ എടുക്കുക. അവിടെ നിന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം 60 ഡിഗ്രി ഇതുപോലെ വരക്കുക. ഓക്കെ, 60 ഡിഗ്രി എന്ത് ചെയ്യടാ, 60 ഡിഗ്രി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതുപോലെ വരക്കുക. ഓക്കെ, അതുപോലെ ഈ ഭാഗത്തുനിന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതുപോലെ 60 ഡിഗ്രി വരക്കുക. സോ മക്കളെ ഇവിടെയും 60 ഡിഗ്രി. ഓക്കെ, ഇവിടെയും 60 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലെ, ഈ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യടാ, 45 ഡിഗ്രി. ഓക്കെ, ഇവിടുന്ന് 45 മക്കളെ, ഇവിടുന്ന് 45 കേട്ടോ. ഓക്കെ, എങ്ങനെയാ, ഇങ്ങനെ ട്രാക്ടർ വെക്കും അല്ലെ, കോൺ മാപ്പിനെ അങ്ങനെ വെക്കും അല്ലെ. ഇവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ 0 45 ഇങ്ങോട്ട് അളക്കും. എന്ത് ചെയ്യും മക്കളെ, അളന്നിട്ട് എന്ത് ചെയ്യും അല്ലെ, അളന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അല്ലെ, വരക്കും, ഇതുപോലെ വരക്കും. ഓക്കെ, വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 45 ഡിഗ്രി. ഇവിടെയും മക്കളെ എത്രടാ, 45 ഡിഗ്രി. ഓക്കെ, വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയോ ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് മക്കളെ നമ്മളല്ലേ ഒരുപാട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ മക്കളെ നമ്മൾ എങ്ങനെയാണ് വരക്കുക. ഓക്കെ, ഇത് വരക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ടൊരു വൃത്തം എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ഒരു വൃത്തം വരക്കണം. ഓക്കെ, ആദ്യമായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ
ഇതുപോലെ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു വൃത്തം വരക്കണം. ഓക്കെ, വൃത്തത്തിന്റെ മക്കൾ എന്ത് ചെയ്യുക, ആരം അടയാളപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ അല്ലെ ഇവിടെ ദാ ഇതിന് മക്കളെ 1 2 3 4 5 6 6 സൈഡ്സ് ആണ്, 6 വശങ്ങളാണുള്ളത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലെ 360/6 അല്ലെ 60 ഡിഗ്രി വെച്ചിട്ട് എന്തിനാ മക്കൾ 60 ഡിഗ്രി വെച്ചിട്ട് ഓക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം അല്ലെ ഇങ്ങനെ വരക്കണം. എന്തിനാ മക്കൾ എന്ത് ചെയ്യണം അല്ലെ അവരുടെ അറ്റങ്ങൾ അല്ലെ അവിടെ അറ്റങ്ങൾ പരസ്പരം ഓക്കെ പരസ്പരമല്ല അറ്റങ്ങൾ സ്റ്റാർ മാത്രം വരക്കാനാണെങ്കിൽ ദാ ഒരറ്റെടുക്കുന്നു ഓക്കെ മറ്റേ അറ്റത്തിന് ഒഴിവാക്കി മക്കൾ എങ്ങനെ വെക്കുന്നു ഓക്കെ ഒരറ്റെടുക്കുന്നു ഈ അറ്റത്തിന് ഒഴിവാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തോട്ട് വരക്കുക ഓക്കെ ഇങ്ങനെ വരക്കുക ഇവനെടുക്കട അല്ലെ ഇങ്ങോട്ട് വരക്കുക ഇവനെടുക്കുക ഇങ്ങോട്ട് വരക്കുക ഇവനെടുക്കുക ഇങ്ങോട്ട് വരക്കുക ഇവനെടുക്കുക ഇങ്ങോട്ട് വരക്കുക. മക്കളെ എന്തായി മക്കളെ നമ്മുടെ സ്റ്റാർ ആയിട്ടോ ഓക്കെ നമ്മുടെ സ്റ്റാറിൽ ഇനി നമുക്ക് എന്താ ആവശ്യമില്ല നടുഭാഗത്ത് കുറച്ച് വരകൾ നമുക്ക് ആവശ്യമില്ല ഓക്കെ സോ ആ വരകൾ സാർ എന്ത് ചെയ്യാണ് ചെറുതായിട്ട് ഇതങ്ങനെ മായ്ക്കാൻ പോവാണ് ഓക്കെ മായ്ച്ചു അതിലെന്ത് ചെയ്തോ ഇവിടുത്തെ ഈ നടുഭാഗത്തോട്ടുള്ള ഈ വരകൾ എന്ത് ചെയ്തോ അവിടെ തന്നെ വെച്ചോ ഓക്കെ അവിടെ തന്നെ എന്ത് ചെയ്യണം ആ നടുഭാഗത്തുള്ള വരകൾ എന്ത് ചെയ്യണം അത് അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക അല്ലെ ആ നടുഭാഗത്തെ വരകൾ തമ്മിൽ അല്ലെ ഇതിൽ അറ്റം എന്ത് ചെയ്യുക ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ഈസി എന്റെ മക്കൾ ഇത് ഷുവർ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാവും സാറിന് അറിയാം ഓക്കെ. അടുത്ത മക്കളെ അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1/6 പാർട്ട് ഓഫ് ദ സർക്കിൾ ബിലോ ഈസ് ഷെയ്ഡഡ് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന അല്ലെ വൃത്തത്തിന്റെ 1/6 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന അല്ലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾ ഈസ് ഷെയ്ഡഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡ് അല്ലെ നമ്മുടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് അത് സൂചിപ്പിക്കുന്ന താഴെ കാണാൻ ഏതാണ് എന്ത് ആ ഷെയ്ഡ് ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഓക്കെ നോക്ക് 1/6 പോർഷൻ ആണ് മക്കളെ എന്ത് ചെയ്ത് അല്ലെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞു അല്ലെ 1/6 ഭാഗമാണ് മക്കളെ എന്ത് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ടില്ലേ 1/6 ഭാഗം. അങ്ങനെയാണെങ്കിൽ 1/6 ഭാഗമാണെങ്കിൽ ഓക്കെ നോക്ക് ഒന്നാമത്തെ ഓപ്ഷൻ 360 അല്ലെ 360 ഡിഗ്രി ഗുണിക്കണം 6 ഓക്കെ 360 ഡിഗ്രിന് എന്ത് ചെയ്യുക 6 വട്ടം ഗുണിക്കുക. അങ്ങനെ നമ്മൾ ഇതാ ചാപ്റ്ററിൽ എവിടെയും ചെയ്തിട്ടില്ല അപ്പൊ ആ ഓപ്ഷൻ നോക്കണ്ട. ഇനി 360 ഹരിക്കണം 6 അല്ലെ അതായത് അല്ലെ 360 മൊത്തം ഒരു വൃത്തം വരും അതിൽ കറക്റ്റ് 6 ഭാഗങ്ങളാക്കുക ഓക്കെ അപ്പൊ അതിലൊരു ഭാഗം 360 ഹരിക്കണം 6 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ് ഓക്കെ ഇതിന്റെ ഉത്തരം മക്കളെ എത്ര 60 ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ 180 ഹരിക്കണം ഓക്കെ 6 ഓക്കെ 180 ഹരിക്കണം 6 പറ മക്കളേതാ അതിന്റെ ഉത്തരം എന്താ 30 ഡിഗ്രിയാണ് വരിക. 180 ഗുണിക്കണം 6 അത് നമ്മൾ ചാപ്റ്ററിൽ എവിടെയും ചെയ്തിട്ടില്ല അപ്പൊ അതും എടുക്കണ്ട. അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ 360 ഹരിക്കണം 6 ഓക്കെ 180 ഹരിക്കണം 6 ഓക്കെ ഒന്നിന്റെ ഉത്തരം മക്കളേതാ 30 ഡിഗ്രിയാണ് ഒന്നിന്റെ ഉത്തരം എത്രയാണ് അല്ലെ 60 ഡിഗ്രിയാണ്. അത് വെറുതെ സാർ എന്ത് ചെയ്തു അതെന്ത് ചെയ്തു ഒന്ന് ഹരിച്ചു 360 എന്ത് ചെയ്തു ഹരിക്കണം 6ന്റെ ഉത്തരം സാർ കണ്ടു 60 ആണ് 180 ഹരിക്കണം 6ന്റെ ഉത്തരം സാർ കണ്ടു അതിന്റെ ഉത്തരം എന്താണ് 30 ആണ്. ബാക്കി ആ ഗുണിക്കണ അല്ലെ നമ്മൾ എവിടെ ചാപ്റ്ററിൽ എവിടെയും ചെയ്തിട്ടില്ല അപ്പൊ തൊട്ട് നോക്കുക തന്നെ വേണ്ട. അപ്പൊ ഇനി നോക്കിക്കോട്ടോ ഓക്കെ നമ്മൾ എന്താടാ പറഞ്ഞത് അല്ലെ സർക്കിളിലെ 1/6 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഡ് കാണാൻ ആ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് 360 കൊണ്ട് ഗുണിക്കണം ഓക്കെ 360 കൊണ്ട് ഗുണിക്കണം ഓക്കെ സോ 360/6 ഓക്കെ ഓപ്ഷൻ ഏതാടാ ഓപ്ഷൻ സി ആട്ടോ ഓപ്ഷൻ ബി ആട്ടോ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണ്ട ഉത്തരം എഴുതണ്ട ഓക്കെ നോക്ക് 360/6 ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട് സാർ ചെയ്ത പോലെ എന്ത് ചെയ്യണ്ട ഡിവൈഡ് ബൈ 6 എന്ത് ചെയ്യണ്ട അല്ലെ ഉത്തരം 60 ചെയ്യണ്ട കേട്ടോ ഓക്കെ സാർ തെറ്റിയതാണ് ഓക്കെ 60 ചെയ്യണ്ട. ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുന്ന മക്കൾക്ക് സാർ പറഞ്ഞു തരുന്നു 1/6 ഭാഗമാണെങ്കിൽ എന്റെ മക്കളോട് എന്താ സാർ പറഞ്ഞു ഗുണിക്കണം 360 ഓക്കെ സാർ ഗുണിക്കണം 360 ചെയ്തു 1 ഗുണിക്കണം 360 അല്ലെ 360 ഡിവൈഡ് ബൈ 6 അതാ കറക്റ്റ് ഓപ്ഷൻ ബി തന്നിട്ടുണ്ട്. ആൻസർ കാണാൻ പോകണ്ട കേട്ടോ അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്താൽ മതി ഇത് ചെയ്താൽ എന്ത് ചെയ്യും ആൻസർ കിട്ടും ഓക്കെ. സോ നെക്സ്റ്റ് മക്കളെ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ 2B ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ സർക്കിൾ അല്ലെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പറഞ്ഞോടാ 108 അല്ലെ 108/360 ഭാഗം അല്ലെ ഇവിടെ 108 കോണ് വരികയാണെങ്കിൽ ആംഗിൾ വരികയാണെങ്കിൽ സാർ എന്തായാലും ആൻസർ പറഞ്ഞല്ലേ അത് എത്ര ഭാഗം 108/360 ആണ്. പകുതി കാണുമ്പോൾ മക്കളെ 54/180 ഓക്കെ പിന്നെ 25 അല്ലെ 26 27/90 ഓക്കെ ദെൻ 3 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെ 9/30 ഓക്കെ 3/10 ഓക്കെ ഉത്തരം എത്രയാടാ 3/10 ഭാഗം കേട്ടോ എത്രയാടാ 3/10 ഓക്കെ.
സോ 3/10 ഓക്കെ 90 ഓക്കെ 18 ഓക്കെ 90 40 ഓക്കെ 18 90 36 ആകുമ്പോൾ 18 അല്ലേ 90 ഓക്കെ 18 കറക്റ്റാ ഓക്കെ 3/10 റെഡി സോ 3/10 ഭാഗമാണ് എന്തുള്ളത് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി അതിനോട് തുല്യമായിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ ഓക്കെ അതിനോട് തുല്യമായിട്ട് 1/3 പറ്റൂല ഓക്കെ 3/8 പറ്റൂല 3/10 ആണ് 3/8 പറ്റൂല പിന്നെയോടാ ഓക്കെ 3/5 പറ്റുമോ അതും പറ്റൂല ഓക്കെ ഏത് മാത്രം മക്കളെ ശരി ബി ഓപ്ഷൻ മാത്രം കേട്ടോ ശരി ഓക്കെ ബി ഓപ്ഷൻ മാത്രമാണ് ശരി 3/10 മാത്രമേ പറ്റുള്ളൂ കേട്ടോ 1/3 പറ്റൂല പിന്നെ 3/8 പറ്റൂല 3/5 പറ്റൂല ഓക്കെ റെഡി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ ഡ്രോ എ സർക്കിൾ ഓക്കെ ഒരു വൃത്തം വരയ്ക്കുക ആൻഡ് ഷെയ്ഡ് ഇറ്റ് ആസ് 4/9 പാർട്സ് ഓക്കെ അതിന് 4/9 ഭാഗം എന്ത് ചെയ്യണം അല്ലെ ഷെയ്ഡ് ചെയ്യുക പിന്നെ നമുക്ക് എന്ത് ചെയ്യണം അല്ലെ 4/9 ഇൻറ്റു 360 ചെയ്യാം ഓക്കെ 4/9 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണം 360 ചെയ്യാം ഓക്കെ 4 ഇൻറ്റു ഓക്കെ 360/9 ഓക്കെ 360/9 തരും 9 18 27 36 അല്ലെ 4 ഗുണിക്കണം അല്ലെ 40 എത്ര വരും 160 ഡിഗ്രി കേട്ടോ 160 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യണ്ടേ കാണണ്ട ഓക്കെ 160 ഡിഗ്രി അല്ലേ സാർ ഇതൊന്ന് കൺഫേം ആക്കുന്നുണ്ട് ഓക്കെ 360 ഡിവൈഡഡ് ബൈ 9 അല്ലെ 160 ഡിഗ്രി കേട്ടോ മക്കളെ 160 ഡിഗ്രിയാണ് സോ 160 ഡിഗ്രി ആകുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ ഒരു വൃത്തം വരയ്ക്കുക അല്ലെ ആരം അല്ലെ റേഡിയസ് വരയ്ക്കുക എന്നിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ അല്ലെ 160 ഡിഗ്രി ഏകദേശം 90 അല്ലെ 90 പിന്നെ ഇവിടെ നിന്ന് 60 ഏകദേശം ഇവിടെ ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു ഷേപ്പിൽ വരും ഈ ഒരു ഭാഗം എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ റെഡി അപ്പോൾ മക്കളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ അല്ലെ എ ഫ്യൂ ആപ്പിൾസ് വിത്ത് സെയിം സൈസ് ഈച്ച് കട്ട് ഇൻ ടു 4 ഈക്വൽ പാർട്സ് ആർ കെപ്റ്റ് ഇൻ എ ബൗൾ ഓക്കെ ഒരു ആപ്പിൾ ഉണ്ട് ഓക്കെ ഒന്നല്ല കുറച്ചധികം ആപ്പിൾ ഉണ്ട് ആ ആപ്പിളുകൾ എന്താ ഒക്കെ ഒരേപോലെ ഓക്കെ ഒരേ വലിപ്പമുള്ള ആപ്പിളുകളാണ് ഓരോ ആപ്പിളുകളെയും എന്ത് ചെയ്തു സുമേഷ് 4 കഷ്ണാക്കി സുമേഷോ അല്ലെങ്കിൽ എന്ത് ചെയ്തു 4 കഷ്ണാക്കി ബോളിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ കുറച്ച് ആപ്പിളുകൾ ഉണ്ട് ഇപ്പൊ എന്ത് ചെയ്തു അല്ലെ ഓരോ ആപ്പിളിനെയും 4 കഷ്ണങ്ങളാക്കി ഓക്കെ അങ്ങനെ എല്ലാ ആപ്പിളിനും എന്ത് 4 കഷ്ണങ്ങളാക്കി വെച്ചു സുമേഷ് എന്ത് ചെയ്തു അതിന് എന്ത് ചെയ്തു ഒരു 9 ആപ്പിൾ എടുത്തു ഓക്കെ സുമേഷ് took 9 പീസസ് അങ്ങനെയാണെങ്കിൽ അല്ലെ ഹൗ മെനി ആപ്പിൾസ് ഡിസ് സുമേഷ് ഗെറ്റ് ഓക്കെ എത്ര ആപ്പിൾ ആണ് സുമേഷിന് കിട്ടിയത് എടാ സുമേഷ് അല്ലെ ഒരു ആപ്പിൾ 4 പീസാക്കി വെക്കുക അതായത് 1 2 3 4 പീസ് സുമേഷ് തിന്നുകയാണെങ്കിൽ എന്താണ് സുമേഷിന്റെ കയ്യിൽ അല്ലെ സുമേഷ് ഒരു ആപ്പിൾ കഴിച്ചു എന്ന് പറയാം ഓക്കെ ഇനി നോക്ക് അടുത്തതായിട്ട് അല്ലെ പിന്നെയും ഇതാ 5 6 7 8 ഓക്കെ പിന്നെയും ഒരു ഇതാ 4 അല്ലെ ആദ്യത്തെ 4 പിന്നത്തെ 4 അപ്പൊ എന്ത് ചെയ്തു സുമേഷിന്റെ കയ്യിൽ എത്ര ആയി അല്ലെ പിന്നെ എന്തായി ഇതാ 2 ആപ്പിളുകളായി ഓക്കെ 4 ആപ്പിൾ കഴിയുമ്പോൾ ഒരു 4 പീസ് ആകുമ്പോൾ ഒരു ആപ്പിൾ പിന്നെ 4 പീസ് ആകുമ്പോൾ രണ്ടാമത്തെ ആപ്പിൾ ഓക്കെ പിന്നെ ഇതാ സുമേഷിന്റെ കയ്യിൽ അല്ലെ ബാക്കി ഒന്നുകൂടി ഉണ്ടാവും ഒന്നും കൂടി ഓക്കെ 9 കഷ്ണങ്ങളാണ് സുമേഷ് തിന്നത് 8 കഷ്ണം നമ്മൾ കൂട്ടി ബാക്കി ഒരു കഷ്ണം അല്ലെ 4 ഒരു കഷ്ണം 2 അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ സിമ്പിളി ഓക്കെ സിമ്പിളി 9 ഹരിക്കണം എന്താ 9 ഹരിക്കണം 4 ചെയ്യാം 9 ഹരിക്കണം 4 ചെയ്യാം അപ്പോൾ ഉത്തരം എൻ്റെ മക്കൾക്ക് ഇത് കിട്ടും 2 കിട്ടും 2 കൂടിക്കണം 4 മക്കളെ 8 ശിഷ്ടം 1 ഇങ്ങനെയാണെങ്കിൽ അല്ലേ ആ 2 ഇവിടെ എഴുതുക ഓക്കെ ശിഷ്ടം 1 ഇവിടെ ഓക്കെ ഇതെന്താ ആ 4 ഇവിടെ 2/1/4 കേട്ടോ മക്കൾ എത്ര പേരുടെ 2/1/4 വരും അല്ലെങ്കിൽ 9/4 ഓക്കെ ഏതാണെങ്കിലും എന്ത് ചെയ്യാം ഉത്തരം എഴുതാം കേട്ടോ അപ്പം കുറച്ചുകൂടി 2/1/4 കാരണം അപ്രോപ്രിയേറ്റ് നെക്സ്റ്റ് ദിവ്യ ഗോട്ട് 3 1/4 ആപ്പിൾ ഓക്കെ 3 1/4 ആപ്പിൾ ആണ് ദിവ്യക്ക് കിട്ടുക ഹൗ മെനി പീസസ് ഡിഡ് ദിവ്യ ടേക്ക് അങ്ങനെയാണെങ്കിൽ ദിവ്യ എത്ര കഷ്ണങ്ങൾ എടുത്തു നോക്കിക്കോ ദിവ്യ നോക്ക് 3 പിന്നെ അല്ലെ 3 ആപ്പിളുകളും ഓക്കെ പിന്നെ ഒരു കഷ്ണം 4 ഒരു കഷ്ണമാണ് എന്ത് ചെയ്തത് ദിവ്യന്റെ കയ്യിലുള്ളത് അതാണ് എന്ത് 3/1/4 അർത്ഥം ഇനി അതൊന്നും അറിയില്ലെങ്കിലും മക്കൾ എന്ത് ചെയ്യാൻ അറിയോ ആദ്യം എന്ത് ചെയ്യാം ഇവരെതാ പരസ്പരം ഇങ്ങോട്ട് ഗുണിക്കുക ഓക്കെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യുക നോർമൽ ഫ്രാക്ഷൻ ആക്കുക ഓക്കെ ഇതങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ആളെന്ത് ചെയ്യുക നോർമൽ ആക്കുക അല്ലെ 3 ഗുണിക്കണം 4 കൂട്ടണം 1/4 ഓക്കെ 3 ഗുണിക്കണം 4 എത്ര വരും 12 12 കൂട്ടണം 1/4 അല്ലെ 13/13/4 വരും കേട്ടോ ഓക്കെ സോ എത്ര കഷ്ണങ്ങളാണ് എടുത്ത് അതായത് ദിവ്യ മക്കളെ 13 കഷ്ണങ്ങളാട്ടോ എടുത്തത് ദിവ്യ എത്ര കഷ്ണങ്ങളാണ് എടുത്ത് അല്ലെ ദിവ്യ എടുത്തത് 13 കഷ്ണമാണ് എങ്ങനെ മക്കളെ 13 കിട്ടിയത് അല്ലെ ഈ മുകളിലുള്ള ആള് കേട്ടോ 13 മുകളിലുള്ള ആളാണ് സോ സാർ എന്ത് ചെയ്യുന്നില്ല ടെക്നിക്കും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല ഇങ്ങനെ വന്ന ടെക്നിക്കും കാര്യങ്ങളും ക്ലാസ് എടുക്കില്ലല്ലോ അപ്പോൾ സാർ ആൻസർ കീ മാത്രമേ പറഞ്ഞു പോകണുള്ളേ ശ്രദ്ധിക്കണേ സോ പെട്ടെന്ന് സാറിന്റെ ആൻസർ പറഞ്ഞു പോവാണ് നെക്സ്റ്റ് നോക്കാം ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ദിവ്യ ആൻഡ് സുമേഷ് ടേക്ക് ടുഗദർ ദിവ്യയും സുമേഷും കൂടിയൊക്കെ എത്ര ആപ്പിൾ എടുത്തു എന്നാ ചോദിച്ചു എടാ സുമേഷ് എടുത്ത ആപ്പിൾ എന്ന് പറഞ്ഞാൽ 9/4 ദിവ്യ എടുത്ത ആപ്പിൾ എന്ന് പറഞ്ഞാൽ മക്കളെ 13/4 അല്ലെ സുമേഷ് എന്ത് ചെയ്തു 9 കഷ്ണം എടുത്തു
ദിവ്യ എന്ത് ചെയ്തു മക്കളെ 13 കഷ്ണം എടുത്തു. ഓക്കെ പറഞ്ഞോടാ 13 9 എത്ര വരും അല്ലെ 22 അല്ലേ മക്കളെ 22 22/4 അല്ലെ ഇവരെ പരസ്പരം കൂട്ടാൻ 9/4 13/4 കൂട്ടും മക്കൾ എന്ത് ചെയ്യും അല്ലെ 22/4 വരും. ഓക്കെ സോ 22 അല്ലെ 22 ഹരിക്കണം 4 ചെയ്യുകയാണെങ്കിൽ എത്ര വരൂടാ 22/4 ഉത്തരാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ 20 എത്ര 4 മക്കളെ 5 എണ്ണം 5 4 മക്കളെ 20 ശിഷ്ടം 2 അതായത് 4 കഷ്ണവും 4 കഷ്ണമല്ല 5 ആപ്പിളും പിന്നെതാ അല്ലെ 2 കഷ്ണവും കേട്ടോ 5 ആപ്പിളും 2 കഷ്ണവും റെഡി. സോ 5 2/4 എന്ന് വരും. അതിനുശേഷോടാ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 14/5 ഓക്കെ 14/5 തുല്യമായത് ഏത്. ഓക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യടാ 14 ഹരിക്കണം 5 കാണുക. ഓക്കെ ഉത്തരം എത്ര കിട്ടും 2 കിട്ടും 2 ഗുണിക്കണം 5 മക്കളെ 10 ബാക്കി എത്രയാടാ 4 റെഡി. സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെന്ത് ചെയ്യാം അല്ലെ ഇതിനെന്ത് ചെയ്യാം ഇങ്ങനെ 2 4/5 നീതാം. ഓക്കെ 2 4/5 നീതാം 2 ഇവിടെ എഴുതി. ഓക്കെ ശിഷ്ടം വരുന്ന 4 സേർ ഇവിടെ എഴുതി. ഓക്കെ ഇതാ ഹരിക്കാൻ വെച്ച 5 ഇവിടെ എഴുതി 2 4/5 കേട്ടോ. ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സി കേട്ടോ ഓപ്ഷൻ സി റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ലുക്ക് അറ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. ഓക്കെ താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ നോക്കാൻ പറഞ്ഞു. ഓക്കെ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെ പ്രസ്താവന 1 4/20 എന്താണ് അല്ലെ 1/5 1/5 അല്ല മക്കളെ 1/5 ഓക്കെ 1/5 ആണെങ്കിൽ 1/5 കേട്ടോ 1/5 ആണ് വിചാരിക്കുന്നു. സാറിന് കിട്ടിയ ക്വസ്റ്റ്യന് 1/5 കേട്ടോ 1/5 തന്നെയാണ് അല്ല മക്കളെ യെസ് 1/5 4/20 മറ്റൊരു രൂപമാണ് മക്കളെ എന്ത് 1/5 എന്നാ പറയുന്നത് ആണോ മക്കളെ 4/5 മറ്റൊരു രൂപമാണോ 1/5 ആണോ നോക്കടാ 1/5 ഓക്കെ 1/5 4/20 ആട്ടോ മക്കളെ 4/20 മറ്റൊരു രൂപമാണ് 1/5 നോക്ക് 1/5 ഓക്കെ ഛേദം 20 വരുന്ന രൂപമാണോ ഛേദം 20 വരുന്ന രൂപ എന്താ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ സോ അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ 20 കിട്ടുക. അപ്പൊ മുകളിലും എന്റെ മക്കൾ എന്ത് ചെയ്യണം 1നെ 4 കൊണ്ട് ഗുണിക്കണം. സോ 4/4/20 ഓക്കെ സോ 1/5 മറ്റു രൂപമാണ് മക്കളെ എന്ത് 4/20 എന്താണ് കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ കറക്റ്റ് ആണ്. ഇഫ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 4/20 ആർ ഡിവൈഡ് ബൈ സെയിം നമ്പർ വി വിൽ ഗെറ്റ് വാട്ട് ഓക്കെ 1/5 ഓക്കെ 4/20 ഓക്കെ 4/20 മുകൾ ഭാഗവും താഴെ ഭാഗവും ഡിനോമിനേറ്റർ അംശവും ഛേദവും ഒരേ സംഖ്യ കൊണ്ട് ഓക്കെ നിങ്ങൾ മുകളിലും 4 കൊണ്ട് ഹരിക്കുക താഴെയും എന്റെ മക്കൾ എന്ത് ചെയ്യണം 4 കൊണ്ട് ഹരിക്കുക. മക്കളെ 4 ഹരിക്കണം 4 എത്ര വരും 1 വരും 20 ഹരിക്കണം 4 എത്ര വരും 5 അല്ലെ ഒരേ സംഖ്യ എന്ത് ചെയ്തു ഓരോ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി എന്റെ മക്കൾക്ക് 1/5 കിട്ടി. അപ്പൊ അവരെന്താ പറഞ്ഞത് അല്ലെ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് അല്ലെ ഏതാ സംഖ്യ പറഞ്ഞിട്ടില്ല 4 നമ്മൾ എന്ത് ചെയ്തു നമുക്കറിയാം. ഓക്കെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് ചെയ്യും 1/5 കിട്ടും. മക്കളെ എന്താ അതും ശരിയാണ് കേട്ടോ അതും ശരിയാണ്. ഓക്കെ അപ്പൊ എന്ത് കിട്ടും നമുക്ക് 1/5 കിട്ടും. അപ്പൊ പറഞ്ഞോടാ അല്ലെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2 എന്താണ് മക്കളെ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റിലെ ഓപ്ഷൻ സി വരും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1ഉം എന്താണ് 2 എന്താണ് മക്കളെ കറക്റ്റ് ആണ്. നൗ റൈറ്റ് 2 ഫോംസ് ഓഫ് 1/2 ആൻഡ് 1/7 വിത്ത് സെയിം ഡിനോമിനേറ്റർ. ഓക്കെ ഒരേ ഛേദം വരുന്ന അല്ലെ 1/2ന്റെയും 1/7ന്റെയും ഒരേ ഛേദം വരുന്ന രൂപം ഇതാണ് പറഞ്ഞത്. ഓക്കെ 1/2ന്റെയും 1/7ന്റെയും ഓക്കെ ഒരേ ഛേദം വരുന്ന രൂപം. മക്കൾ എന്ത് ചെയ്യടാ പല രീതിയിൽ ചെയ്യുക. ആദ്യം 1/2 എടുക്കുക പിന്നെ 1/7 എടുക്കുക പിന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യടാ അല്ലെ 1/2ന്റെ ഒപ്പം എന്ത് ചെയ്യടാ അല്ലെ 7/7 ചെയ്യുക. അതുപോലെ തന്നെ അല്ലെ എന്റെ മക്കൾ എന്ത് ചെയ്യടാ 1/7ന്റെ ഒപ്പം എന്ത് ചെയ്യടാ അല്ലെ 2/2 ചെയ്യാം. മക്കളെ ഉത്തരം എത്ര വരൂടാ 1 ഗുണിക്കണം 7 ഓക്കെ 2 ഗുണിക്കണം 7 14 ഓക്കെ പിന്നെയോടാ അല്ലെ 1 ഗുണിക്കണം 2 2 7 ഗുണിക്കണം 2 മക്കളെ 14 കേട്ടോ 7/14 മക്കളെ ഏതാ ഓക്കെ 2/14 ഒറ്റ എന്താ പറഞ്ഞിട്ടുള്ളൂ റൈറ്റ് 2 ഫോംസ് ഓക്കെ 2 ഫോംസ് ഓക്കെ ഒരു ഫോം മക്കളെ എന്ത് കിട്ടി 7/14 2/14. അപ്പൊ ഇതിന് പല ഉത്തരങ്ങൾ വരാം കേട്ടോ പല ഉത്തരങ്ങൾ വരാം. ഓക്കെ ഒരു ഉത്തരമാണ് എന്ത് 7/14 അതുപോലെ തന്നെ 2/14 അതുപോലെ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാം 7/14നെയും 2/14നെയും പിന്നെ എന്ത് ചെയ്യാം പിന്നെ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അപ്പം 14/28 ഓക്കെ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ താഴെയും 4/28 കേട്ടോ 14/28 ഓക്കെ പിന്നെടാ 4/28 മറ്റു രൂപം കേട്ടോ 2 രൂപങ്ങളല്ല മക്കളെ ചോദിച്ച് അല്ലെ 2 രൂപങ്ങളല്ല ചോദിച്ച്
യെസ്, രണ്ട് രൂപങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ എ റിബൺ ഹാവിംഗ് ലെങ്ത് 96 സെന്റിമീറ്റർ ഈസ് കട്ട് ഈക്വൽ ഇൻറ്റു 6 പീസസ്. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് ലെങ്ത് ഓഫ് വൺ പീസ്? ഒരു റിബൺ മക്കളെ 96 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഒരു റിബൺ മക്കളെ എത്ര ഉണ്ടടാ? ഒരു റിബൺ, ഒരു പേജ് കോപ്പി എടുക്കട്ടെ. ഒരു റിബൺ മക്കളെ 96 സെന്റിമീറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു റിബൺ മക്കളെ 90. ഓക്കെ, ഒറ്റ മിനിറ്റ്, അത് വരുന്നില്ല, ഒറ്റ മിനിറ്റ്. റെഡി. ഒരു റിബൺ മക്കളെ 96 സെന്റിമീറ്റർ ഉണ്ട്. മക്കൾ അതിന് എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു അല്ലെ? ആറ് പീസുകളാക്കി മാറ്റി. ഓക്കെ, 6 പീസുകളാക്കുമ്പോൾ 96/6. അങ്ങനെയാണെങ്കിൽ ഒരു പീസ് എത്ര ഉണ്ടാവുന്ന ചോദിച്ചത്. മക്കളതാ 96 തന്നെ മക്കൾ എന്ത് ചെയ്യണം? 2 കൊണ്ടായിരിക്കാം. ഓക്കെ, 45. ഓക്കെ, 3 48 അല്ലെ? 48/3 എന്ന് വരും. റെഡി. ഇനിയോടാ, ഇനി എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? 48 എന്റെ മക്കൾ എന്ത് ചെയ്യാം? 3 കൊണ്ടായിരിക്കാം. അപ്പൊ എത്ര വരും? 1. ഓക്കെ, 18 6 വരും. ഓക്കെ, 16 അല്ലെ? എത്ര വരും? 16 വരും. ഓക്കെ, സോ 16 അല്ലെ? ഒരു ഭാഗം എത്ര വരും? 16 വരും കേട്ടോ. 16 ഗുണിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കി തരാം സാറ്. 16 ഗുണിക്കണം 6. ഓക്കെ, 96 കേട്ടോ മക്കളെ. എത്ര? 96. റെഡി. സോ 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ പീസ്? ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അനദർ ഫോം ഓഫ് കോളം എ ഇൻ കോളം ബി. ഓക്കെ, 5/7 മക്കളേതാ മറ്റൊരു രൂപം. മക്കളെ 5/7 അല്ലെ? മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ, ഓക്കെ, മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അല്ലെ, 5 ഗുണിക്കണം 2 മക്കളെ 10 വരും കേട്ടോ. 7 ഗുണിക്കണം 2 മക്കളെ 14. ഇങ്ങനെ വരും. ഒന്നാമത്തെ ആൾ എന്ത് ഇവിടെ? മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ വരും. അടുത്ത ആൾ മക്കളേതാ 2 അല്ലെ? 2/5. ഓക്കെ, മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4/10 എന്ന് വരും. 4/10 ഇവൻ വരും കേട്ടോ. പിന്നെ അവസാനത്തെ നോക്കണ്ട അല്ലെ? ഒരു കോളം മാത്രമേ ബാക്കിയുള്ളൂ. ഇവനാട്ടോ വരിക. 6/12 അല്ലെ? 6ന്റെ പകുതി മക്കളെ 3, 22ന്റെ പകുതി മക്കളെ 11. ഓക്കെ, സോ ഇങ്ങനെയാട്ടോ മാച്ച് ദ ഫോളോയിങ് വരിക. എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ആരാന്ന് വെച്ച് നോക്കിയാൽ മതി. A2 വരും. ഓക്കെ, A2 വരും. B3 വരും. A2 B3 C1. ഇവനാട്ടോ വരിക. ഇനി നോക്ക്, റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ ഫ്രാക്ഷൻ 42/42/72. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ 18/81. ഇവരുടെ ഏറ്റവും ചെറിയ രൂപം ഇതാണ് പറഞ്ഞത്. എടാ 42/2 പറഞ്ഞോ? 21. ഓക്കെ, 35 36. ഓക്കെ, പിന്നെ ഇവരെന്ത് ചെയ്യാം? 3 കൊണ്ടായിരിക്കാം. 3 കൊണ്ടായിരിക്കുമ്പം ഓക്കെ 7 14 21. ഓക്കെ, 7 വരും. ഓക്കെ, ഇവിടെ എത്ര വരും? 1 12 വരും. ഓക്കെ, 7/12 വരും. അതുപോലെ തന്നെ ഇവിടെ 18/81. മക്കളെ 18 6 അല്ലെ? 6 മൂന്നുകളുണ്ട്. 81 മക്കളെ എത്ര മൂന്നുകളാണുള്ളത്? 2ഉം. ഓക്കെ, 6 ബാക്കി 21 7 14 21 7 14 ഓക്കെ 7. ഓക്കെ, ഇനി നോക്കടാ അല്ലെ? പിന്നെ 6ന് എന്ത് ചെയ്യാം? 3 കൊണ്ടായിരിക്കുമ്പോൾ 2 വരും. ഓക്കെ, 27 3 9. ഓക്കെ, 2/9 വരും. ഓക്കെ, now okay 30 liters of coconut oil is filled in 9 identical bottles. Okay, and how many liters of coconut oil in there each bottle? How much coconut is there in 3 such bottles? Okay, എന്ത് ചെയ്തു? 30 ലിറ്റർ കോക്കനട്ട് എന്ത് ചെയ്തു? 9 എന്ത് ചെയ്തു? 9 ബോക്സിലാക്കി. ഓക്കെ, 30 ലിറ്റർ വെളിച്ചെണ്ണ എന്ത് ചെയ്തു മക്കളെ? 9 പാത്രത്തിലാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9 കുപ്പികളാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ചെയ്തു? ഓക്കെ, ഓരോ കുപ്പിയിൽ എത്ര ഉണ്ടാവും അല്ലെ? 30/30/9. ഓക്കെ, 30/9 മക്കളെ ഹരിക്കുമ്പോൾ 10 അല്ലെ? 3 കൊണ്ട് വെച്ച് ഹരിക്കുമ്പോൾ 10 അല്ലെ? 3 10/3 എന്ത് ചെയ്യും? ഒന്നിന് 10/3 ഉണ്ടാവും. റെഡി. ഒന്നിന് എത്ര ഉണ്ടാവും ഇവിടെ? 10/3 കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് കോക്കനട്ട് ഓയിൽ ഈസ് ദർ ഇൻ 3 സച്ച് ബോട്ടിൽ അല്ലെ? മക്കളെ ഒന്നിന് 10/3 ഉണ്ടെങ്കിൽ 3 എത്ര ഉണ്ടാവും ഇവിടെ അല്ലെ? 3 ഗുണിക്കണം 10/3 ഉണ്ടാവും. ഓക്കെ, 3 ഗുണിക്കണം 10/3 എന്ന് പറഞ്ഞാൽ അല്ലെ 30/3. അതായത് 30ന് 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ മക്കൾ എത്ര വരും? 10 എന്ന് വരും കേട്ടോ. എത്ര ഉണ്ടാ? ഉത്തരം 10 എന്ന് വരും. സോ സി ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി ഇനി 5th ക്വസ്റ്റ്യൻ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കാനാ പറഞ്ഞത്. The larger rectangle block is made by stacking cubes of 2 cm each. Okay, അതായത് ഈ വലിയ റെക്ടാങ്കിൾ ബ്ലോക്ക് എങ്ങനെ ഉണ്ടാക്കിയ അറിയോ? നമ്മുടെ ചെറിയ സമചതുര കട്ടകൾ ഇങ്ങനെ അല്ലെ? സൈഡ് 2 സെന്റിമീറ്റർ ഉള്ള ചെറിയ സമചതുര കട്ടകൾ കൂട്ടി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു ഹൗ മെനി ക്യൂബ്സ് ആർ ദർ ഇൻ ദ ലാർജർ ബ്ലോക്ക്. അങ്ങനെയാണെങ്കിൽ
ഇങ്ങനെ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ബ്ലോക്കില്ലേ അതിൽ എത്ര സമചതുര കട്ടകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. മക്കളെ എണ്ണിക്കോടാ. അടിഭാഗത്ത് ഇതാ 1 2 3 4. ഓക്കെ, ഇവിടുന്ന് 1 2 3 4. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടും 4, ഇവിടുന്ന് ഇങ്ങോട്ടും 4 അല്ലേ. അപ്പൊ അടിയത്തെ ഭാഗത്ത് തന്നെ 4 ഗുണിക്കണം 4 എത്ര ഉണ്ടാവും അല്ലെ? 16 ഉണ്ടാവും. അടിയത്തെ ലെയർ തന്നെ 14 ഉണ്ടാവും. അതുപോലെ തന്നെ ദാ അത് മുകളിലോട്ട് അല്ലെ, 1 ലെയർ 2 ലെയർ 3 ലെയർ 3 പാളികൾ. ഓക്കെ, 16 ഗുണിക്കണം 3 എത്ര വരൂടാ അല്ലെ? 16 ഗുണിക്കണം 3 30. ഓക്കെ, 48 ആട്ടോ വരിക, 48 ആട്ടോ വരിക. 16 ഗുണിക്കണം 3 16 ഗുണിക്കണം 3 48 കേട്ടോ. എത്ര 48. ഉത്തരത്തിന് ഉത്തരം വരും 48. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സ്മോളർ ക്യൂബ്? ഓക്കെ, ആ ചെറിയ ചെറിയ ക്യൂബുകൾ ഇല്ലേ അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ വശങ്ങൾ എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ക്യൂബിലെ വ്യാപ്തി എത്ര വരും? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 അല്ലെ, 4 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ അല്ലേ, സെന്റിമീറ്റർ ക്യൂബ് കേട്ടോ. ഗണന സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ലാർജർ റെക്ടാംഗിൾ ബ്ലോക്ക്? ഓക്കെ, ഏറ്റവും വലിയ റെക്ടാംഗിൾ ബ്ലോക്കിന്റെ എന്താ വോളിയം ചോദിച്ചത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യടാ? ചെറുത് 8 ആണ്. ഓക്കെ, അങ്ങനത്തെ എത്ര ഉണ്ട്? 48 ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ വോളിയം ലാർജർ റെക്ടാംഗിൾ ബ്ലോക്ക്? ചെറുത് എത്ര ഉണ്ട്? ചെറുതിന്റെ വ്യാപ്തം മക്കൾ എത്ര ആണ്? 8 ആണ് അല്ലെ. അവരുടെ സൈഡ് 2 സെന്റിമീറ്റർ 2 ഗുണിക്കണം 2 ഗുണിക്കണം 8 ആണ് അല്ലെ. 8 അല്ലെ. 8 അതുപോലത്തെ എത്ര ഉണ്ട്? 48 ഉണ്ട്. 48 ഗുണിക്കണം 8 കേട്ടോ. 48 ഗുണിക്കണം 8 അല്ലെ, എത്ര വരൂടാ? 30. 48 ഗുണിക്കണം ഓക്കെ 8 384. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ് കേട്ടോ. 384 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, റെഡി? ഇനി മക്കളെ, ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ ടാങ്ക് ഈസ് 2 മീറ്റർ ഈച്ച്. ഓക്കെ, അതായത് നീളവും വീതി എന്താണ്? ഒരു ടാങ്കിന്റെ നീളവും വീതി എന്താണ്? 2 മീറ്റർ ആണ്. ദ ടാങ്ക് കണ്ടെയ്ൻസ് എന്താണ് അല്ലെ? 1200 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ടാങ്ക് ഇൻ മീറ്റേഴ്സ്? ഓക്കെ എടാ അല്ലെ, ടാങ്കിന്റെ ഓക്കെ നീളം 2 അല്ലെ, നീളം 2, അതുപോലെ തന്നെ അല്ലെ വീതി 2, ഉയരം നമുക്കറിയില്ല. ഓക്കെ, എച്ച് എന്ത് ചെയ്തു? ഉയരത്തിന് പകരം ചേർന്ന് ചെയ്തു എച്ച് നിട്ടു. ഓക്കെ, അത് സമയം എത്ര മക്കളെ അല്ലെ? എത്രടാ അല്ലെ? 1200 ലിറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു കാര്യം തന്നെ മക്കൾ മറക്കരുത് അല്ലെ. മീറ്ററിൽ തന്നിട്ട് മക്കളെ ലിറ്റർ ഉത്തരം അല്ലെ വോളിയം ലിറ്ററിൽ തരികയാണെങ്കിൽ എന്റെ മക്കളോട് ചേർന്ന് എന്താ പറഞ്ഞ് 1000 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ 1000 മറക്കരുതേ. ഇനി ഈസിയാണ്. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലെ? രണ്ട് ഭാഗത്തും ഇവിടെ ഒരു 0 വെട്ടി, ഒരു 0 വെട്ടി, ഒരു 0 വെട്ടി, 3 പൂജ്യങ്ങൾ. ഇവിടുന്ന് എന്ത് ചെയ്തു സാർ? 3 0 വെട്ടി. ബാക്കി എന്തുണ്ടാവും മക്കളെ? 2 ഗുണിക്കണം 2 ഗുണിക്കണം എച്ച്. ഓക്കെ, 12 വരും, 12 വരും. അപ്പൊ എച്ച് സമം ഓക്കെ ഉയരം സമം 12/2 ഗുണിക്കണം 2. ഓക്കെ, 12/2 ഗുണിക്കണം 2 4 വരും. ഓക്കെ, ഉത്തരത്തിലിടാം 3 മീറ്റർ വരും കേട്ടോ. ഉത്തരത്തിലിടാം 3 മീറ്റർ ആട്ടോ വരത്തിടാ 3 മീറ്റർ. റെഡി? ഓക്കെ, ഇനി മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ അക്വേറിയം ഹാസ് 80 സെന്റിമീറ്റർ. ഓക്കെ, എന്തുണ്ട്? ഒരു അക്വേറിയത്തിന് മക്കളെ 80 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയും 25 സെന്റിമീറ്റർ മക്കളെ എന്താ ഹൈറ്റും ഉണ്ട്. വാട്ടർ ഇൻ ഇറ്റ് ആൻഡ് ഹൈറ്റ് ഹാസ് സം വാട്ടർ ഇൻ ഇറ്റ്. വെൻ എ ക്യൂബ് ഓഫ് 10 സെന്റിമീറ്റർ. ഓക്കെ, ഒരു സമചതുരക്കട്ട എന്ത് ചെയ്തു? 10 സെന്റിമീറ്റർ അല്ലെ, സൈഡ് 10 സെന്റിമീറ്ററിലെ എന്ത് ചെയ്തു? ഒരു സമചതുരക്കട്ട എന്ത് ചെയ്തു? അതിലോട്ട് മുക്കി. ഓക്കെ, എന്ത് ചെയ്തു അല്ലെ? ആ അക്വേറിയത്തേക്ക് മുക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് അക്വേറിയം? ഓക്കെ, ഈ അക്വേറിയത്തിന്റെ കപ്പാസിറ്റിയാണ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്റെ മക്കൾ എന്ത് ചെയ്യടാ അല്ലെ? കപ്പാസിറ്റി ചോദിക്കുകയാണെങ്കിൽ അല്ലെ 80 ഗുണിക്കണം 20 ഗുണിക്കണം 25. ഓക്കെ, കപ്പാസിറ്റി ലിറ്ററിൽ കാണാനൊന്നും പറഞ്ഞിട്ടില്ല. ലിറ്ററിൽ കാണാൻ പറഞ്ഞു എന്റെ മക്കൾ എന്ത് ചെയ്യാം അല്ലെ? സർ 1000 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ലിറ്ററിൽ കാണാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം? 80 ഗുണിക്കണം 20 ഗുണിക്കണം 25. എത്ര വരൂടാ? 40,000 വരും കേട്ടോ. എത്ര വരൂടാ? 40,000. ഇനി പറഞ്ഞോടാ. ഓക്കെ, വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്? ഓക്കെ, ആ ചെറിയ സമചതുരക്കട്ടല്ലേ അതിന്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ വ്യാപ്തം 10 ഗുണിക്കണം 10 ഗുണിക്കണം 10. ഓക്കെ, സോ ഇത് എത്ര? ഇതിന്റെ ആൻസർ സെന്റിമീറ്റർ ക്യൂബിലാട്ടോ വരിക. ഓക്കെ, 10 ഗുണിക്കണം 10 ഗുണിക്കണം മക്കൾ എത്രയുള്ള അല്ലെ? 1000 സെന്റിമീറ്റർ ക്യൂബ്. അവസാനത്തോടാ അല്ലെ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദർ ഇൻ ദ അക്വേറിയം? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്വേറിയത്തിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദർ ഇൻ അക്വേറിയം? അങ്ങനെയാണെങ്കിൽ അക്വേറിയത്തിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും എന്നാ ചോദിച്ചത്. അതായത് അക്വേറിയം ഹാസ് 20 ആൻഡ് ഹൈറ്റ് ഹാസ് സം വാട്ടർ ഇൻ ഇറ്റ്. Cube is immersed in it. Okay, the aquarium is filled. Okay, how many liters of water in the aquarium? സാധാരണ ലിറ്റർ ആണെങ്കിൽ നോക്ക്, ഇപ്പൊ ടാങ്ക് നോക്ക്, ഇപ്പം നമ്മുടെ അല്ലെ അക്വേറിയത്തിന് എന്ത് ചെയ്യും? 40,000 അല്ലെ 40,000 സെന്റിമീറ്റർ ക്യൂബ് ആണ് എന്തുള്ളത് അല്ലെ? അത്ര സെന്റിമീറ്റർ ക്യൂബ് ആണ് മക്കളെ എന്തുള്ളത്? നമ്മുടെ വെള്ളം ഉള്ളത്.
ഓക്കെ സോറി വെള്ളമല്ല, അതിന് വ്യാപ്തം ഉള്ളത്. ഓക്കെ അത് എത്ര ലിറ്റർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലേ, എത്ര ലിറ്റർ ആണെന്ന് ചോദിക്കാൻ മക്കൾ എന്താ പറഞ്ഞല്ലേ, ലിറ്റർ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഹരിക്കുക. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യൂല, 3 പൂജ്യങ്ങൾ എന്ത് ചെയ്യും, വെട്ടിപ്പോവും. 3 പൂജ്യങ്ങൾ വെട്ടിപ്പോകുമ്പോൾ മക്കളെ എത്ര കിട്ടും അല്ലേ, 40 ലിറ്റർ. അതായത് അക്കൂറത്തിൽ 40 ലിറ്റർ എന്ത് ചെയ്യുക, വെള്ളം കൊള്ളുക. ഓക്കെ ഇനി ഇതും കൂടി ശ്രദ്ധിച്ചോ, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു സമചതുരക്കട്ട എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്യൂബ് നമ്മൾ താത്തിയിട്ടുണ്ട് അല്ലേ, അതിന്റെ വ്യാപ്തത്തിന് മക്കളെ 1000. ഓക്കെ 1000. ഓക്കെ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അതായത് അല്ലെ 1000/1000/1000 അല്ലെ ലിറ്റർ, 1000/1000 പറഞ്ഞാൽ അല്ലെ 1 ലിറ്റർ ആണ് അല്ലെ അതിന്റെ അല്ലെ. അപ്പൊ ആ ഒരു സമചതുരക്കട്ട അല്ലെ, ആ ഒരു നമ്മുടെ ക്യൂബ് അതിലോട്ട് മുക്കുമ്പോൾ 1 ലിറ്റർ വെള്ളം എന്ത് ചെയ്യും, പുറത്തു പോകും. ഓക്കെ അപ്പം എന്റെ മക്കളോട് ചോദിച്ചത് ആ അക്വേറിയത്തിന്റെ സാധാരണ പോലെ വ്യാപ്തമാണെങ്കിൽ ഓക്കെ എത്ര ലിറ്റർ കൊള്ളും ചോദിക്കുകയാണ് മക്കളെ, 40 ലിറ്റർ. അതിൽ നമ്മൾ ഈ ഒരു സാധനം അതിലോട്ട് മുക്കുകയാണെങ്കിൽ അല്ലെ 1 ലിറ്റർ വെള്ളം എന്ത് ചെയ്യും മക്കളെ, പുറത്തു പോകും. അപ്പൊ എത്ര ഉണ്ടാവും, 39 ലിറ്റർ എന്തുണ്ടാവും, 39 ലിറ്റർ ബാക്കി ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഓക്കെ എപ്പത്തെ വ്യാപ്തം അല്ലെ, എത്ര ലിറ്റർ കൊള്ളും എപ്പം, അതായത് സോറി എത്ര ലിറ്റർ കൊള്ളുന്നു, ഓക്കെ അക്വാറിയത്തിൽ എത്ര ലിറ്റർ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പം, ഓക്കെ അത് മുന്നേ, അതായത് അതിലോട്ട് മുക്കുന്നതിന് മുമ്പ് 40 ലിറ്റർ ഉണ്ട് അല്ലെ, പിന്നെ മുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, 1 ലിറ്റർ വെള്ളം എന്ത് ചെയ്യും, പുറത്തു പോകും. സോ ബാക്കി എത്ര ഉണ്ടാവും മക്കളെ, 39. റെഡിയാണല്ലോ. അപ്പൊ ആൻസർ നോക്കുക കേട്ടോ, സർ കറക്റ്റ് നോക്കിയില്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പഴയതാണെങ്കിൽ 40 ആണ്. ഓക്കെ ഇനി ഇവരെടുത്ത് മുക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം പുറത്തു പോകും, അങ്ങനെയാണെങ്കിൽ 39. റെഡി.